ജർമ്മൻകാരനായ അർണോസ് പാതിരി രചിച്ച പുത്തൻപാന എന്ന അമൂല്യ കൃതിയുടെ 12ാം പാദമാണ് ഈ വലിയ നോമ്പ് വാരത്തിൽ ആലപിക്കുന്നത്. യേശുവിൻ്റെ ജനനം മുതൽ മരണം, ഉത്ഥാനം വരെയുള്ള ചരിത്ര സംഭവങ്ങളാണ് അർണോസ് പാതിരി പുത്തൻ പാനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പാനയുടെ 12ാം പാദത്തിലെ വ്യാകുല മാതാവിൻ്റെ ഹൃദയഭേദകമായ വിലാപമാണ് ഈ കൃതിയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗം. ദുഃഖവെള്ളിയുടെ ശോകസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ദേവാലയങ്ങളിൽ നടക്കുന്ന പീഡാനുഭവ ശുശ്രൂഷകൾക്ക് ശേഷമാണ് പാനവായന ഭവനങ്ങളിൽ ആരംഭിക്കുന്നത്. ഈശോയുടെ മൃതദേഹം മടിയിൽ കിടത്തിക്കൊണ്ട് ഈശോയുടെ രക്ഷാകര കർമ്മത്തെക്കുറിച്ചും പാടുപീടുകളെക്കുറിച്ചും ചിന്തിക്കുകയാണ്. അതോട് ചേർന്ന് ക്രൈസ്തവ സമൂഹം മുഴുവനും തങ്ങളുടെ രക്ഷയ്ക്ക് നിദാനമായ ദൈവപുത്രൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ദുഃഖവെള്ളിയാഴ്ചകളിലും ക്രൈസ്തവ കുടുംബങ്ങളിൽ ആരെങ്കിലും ചരമമടഞ്ഞാൽ ആ രാത്രിയിലും ഈ 12ാം പാദം ഭക്തിപൂർവ്വം ആലപിച്ചുകൊണ്ട് ഈശോയുടെ രക്ഷയെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും ചിന്തിക്കുന്ന പാരമ്പര്യം നമ്മുടെ സഭയിലുണ്ടായിരുന്നത് കെട്ടുപോകാതെ സൂക്ഷിക്കാൻ ഈ പുത്തൻപാന ഗായക സംഘത്തിൻ്റെ ഇമ്പമാർന്ന ഗാനരീതിക്ക് ഇന്നും സാധിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. നോമ്പ് നോറ്റും പ്രാർത്ഥിച്ചും ഒരുങ്ങിയെത്തുന്ന അംഗങ്ങൾ ദുഃഖവെള്ളിയാഴ്ചയിലെ ഭക്തിയാധിഷ്ഠിതമായ ഒരു ആചരണം കൂടിയായാണ് പാനവായനയെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.